ഐ പിൽ പോലത്തെ ഒരുപാട് ടാബ്ലറ്റ്സ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇന്ന കോംപ്ലിക്കേഷൻസ് ഇതിനുണ്ട്, ഇന്നതൊക്കെ വരാം എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും അത് നമ്മളെ ലോങ് റണ്ണിൽ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എത്ര ഐ പിൽ വരെ ഒരാൾക്ക് കഴിക്കാം? അത് ഏത് ഫ്രീക്വൻസിയിൽ അത്തരം ടാബ്ലറ്റ്സ് എടുക്കാം? ഐ പിൽ എന്ന് പറഞ്ഞ ഒരു എമർജൻസി കോൺട്രാസെപ്ഷനാണ്. നമുക്ക് റൂട്ടീനായിട്ട് കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോകുന്ന കേസസിൽ മാത്രം കഴിക്കാനുള്ളതാണ്. അതും 100% എഫക്റ്റീവ് അല്ല. ഐ പിയിൽ കഴിച്ചാലും പ്രഗ്നൻസി ആയേക്കാം. ഒരു ഐ പിയിൽ കഴിക്കുന്നത് 3 മാസം ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്നതും ഒരേപോലെ സൈഡ് എഫക്ട്സ്, അതിൻ്റെ സൈഡ് എഫക്റ്റ് തന്നെയാണ് ഒരു ഐ പിയിൽ കഴിക്കുന്നത്. പരിസ്ഥിതി കാണുന്ന പോലെ ഓരോ ആവശ്യത്തിന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇൻഫാക്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 സ്ത്രീകൾ അബോർഷന് വേണ്ടി, പ്രഗ്നൻസി വേണ്ട, അബോർഷന് വേണ്ടി വരുന്നുണ്ട്, ഒരു 8 എണ്ണം ഐ പിയിൽ കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത്ര കോമൺ ഹൈ ഫെയിലിയർ റേറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് റെഗുലർ കോൺട്രസെപ്റ്റീവ് ടാബ്ലറ്റ്സ്, കോണ്ടംസ് യൂസ് ചെയ്യുന്നുണ്ട്, കോപ്പർട്ടി ഇടുന്നുണ്ട്, ഈ നല്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസസിൽ പ്രഗ്നൻസി ആവാൻ്റെ സാധ്യത 1% താഴെ ഉള്ളൂ. പക്ഷേ ഐ പിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 15 to 20, 15 മുതൽ 20% ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ വരാം. ദാറ്റ് മീൻസ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും പ്രഗ്നൻസി ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഡോക്ടർ നേരത്തെ സൂചിച്ച പോലെ ഇത് വളരെ ഹൈ ഡോസ് ഹോർമോണാണ്. ഇമാജിൻ ഒരു കോൺട്രസെപ്റ്റീവ് ടാബ്ലറ്റിൻ്റെ പാക്കറ്റിനകത്ത് 21 ടാബ്ലറ്റ് ഉണ്ട്. 3 പാക്കറ്റ് പറഞ്ഞാൽ 60 ഗുളിക ഒരുമിച്ച് കഴിക്കുന്നതിൻ്റെ എഫക്റ്റാണ് ഒരു ഐ പിയിൽ കഴിക്കുന്നതിൻ്റെ എഫക്റ്റ്. അപ്പോൾ അത്രയും ഒരു ഹൈ ഡോസ് നമ്മൾ ബോഡി കൊടുത്താലേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളൊരു പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാണ്. ആ എമർജൻസി ഷുഡ് ബി എ റിയൽ എമർജൻസി. അല്ല നമ്മളൊരു കടയിൽ പോയി മേടിക്കുക, ഓരോ പ്രാവശ്യം ഉപയോഗിക്കുക, അത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ഹൈ ഡോസ് ഹോർമോൺസ് പോകുമ്പം റിസ്ക് ഉണ്ട്. സോ ഇതൊരു റുട്ടീൻ കോൺട്രസെപ്ഷൻ അല്ല. എമർജൻസി ഈസ് ഓൺലി ഇൻ എമർജൻസി കേസസ്. ഈസിലി അവൈലബിൾ ആണെന്ന് ഒറ്റ കാരണത്താല ഈ ആൾക്കാർ ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നത്, അല്ലാതെ ഇതിന് വേറൊരു റോള് വരും. അതുപോലെ ഇത് അടുത്ത് വരുന്ന സൈക്കിൾസും കുറച്ച് ഇറഗുലർ ആകും. അതുകൊണ്ട് തന്നെ ആ കാൽക്കുലേഷനും മാറും. സോ യു ആർ ഇൻക്രീസിംഗ് യുവർ ചാൻസസ് ഓഫ് ആൻ അൺവാണ്ടഡ് പ്രഗ്നൻസി ഇൻ ദ അതർ സൈക്കിൾസ് ബിക്കോസ് യു ഹാവ് നോ ട്രാക്ക് ഓഫ് കാൽക്കുലേഷൻ. പീരിയഡ്സിന്റെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുപോലെ കോമൺ ആയിട്ട് പലപ്പോഴും ബ്ലീഡിങ് വന്ന് നിൽക്കാതെ വരാറുണ്ട്. പീരിയഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റുട്ടീനായിട്ട് പറഞ്ഞാൽ കണ്ണടച്ചത് മേടിക്കുക വേണ്ട, വേറെ ആൾക്കാരെ അഡ്വൈസും ചെയ്യേണ്ട, ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല. പിന്നെ നമ്മൾ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ എപ്പോഴും കാണുന്നത് കോണ്ടംസ് യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി പ്രീ മാരിറ്റൽ സെക്ഷൽ ഇൻ്റർകോഴ്സും നടക്കുന്നുണ്ട്. യങ് പീപ്പിൾ ആർ ഹാവിങ് സെക്സ്. അപ്പം പലപ്പോഴും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിൻ്റെ റിസ്ക്കും ഉണ്ട്. അത് കോണ്ടം യൂസ് ചെയ്താലേ പ്രിവെൻറ്റ് ആവുള്ളൂ.